അശ്വി ഇന്നുണ്ടല്ലോ, ഇന്ന് ജൂൺ 1 ഇന്ന് ലോക ക്ഷീരദിനമാണ്. ലോക പാൽദിനമാണ്. ഈ പറയുന്നത് കർഷകർക്ക് ഇതിന്റെ ഗുണം കിട്ടാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. അതോർത്ത് മാത്രം നമ്മൾ ചിലപ്പം ഇപ്പം നേരത്തെ ഒരു പ്രാവശ്യം സുലൈമാൻ പറഞ്ഞായിരുന്നു കേട്ടോ, 1000 രൂപ കൂട്ടിയിട്ട് പ്രശ്നമൊന്നുമില്ല, പിന്നെ അതൊരു 3 രൂപ കൂട്ടിയപ്പോഴത്തേക്കും ചോദിച്ചായിരുന്നു എന്ന് പറയുന്ന പോലെ അത് പ്രതിപക്ഷത്തിനുള്ള ഒരു കുത്തൂടാണ് കേട്ടോ. ഇത്ര വലിയ വിലവർദ്ധനം ഉണ്ടാകുമ്പോഴും ഒരു പ്രതിപക്ഷ സമരങ്ങൾ നമ്മൾ തെരുവിൽ കാണാനില്ല. പക്ഷേ കർഷകർക്ക് ഇതിന്റെ യഥാർത്ഥ ഗുണം കിട്ടുന്നുണ്ടോ എന്ന് പറയണം. നമ്മുടെ കമന്റ് ബോക്സിൽ കഴിഞ്ഞ ദിവസം ഒരു ലീലാമ എന്ന് പറഞ്ഞൊരു ക്ഷീര കർഷക വന്നു ഒരു ഗുണവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കൃത്യമായി നമ്മളൊന്നും വാങ്ങുന്ന പണം കൃത്യമായി കർഷകരിലേക്ക് പോകുന്നുണ്ടോ എന്നുകൂടി നമുക്കൊന്ന് അറിയണം. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടൽ നേരുന്നുണ്ട്. വിനേഷ്, ചായക്ക് വില കൂടാൻ പോകുന്നു, ഈ പറയുന്ന വാണിജ്യ സിലിണ്ടർ വർധന, മിൽമ പാൽ വില വർധന, ഈ ഹോട്ടൽ ജീവികളായ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന സാധാരണക്കാർ, ഹോസ്റ്റലുകാർ, ലോഡ്ജുകാർ, അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ, ജോലിക്ക് പോകുന്നവർ, കുടുംബം കൂടെയില്ലാത്തവർ കഷ്ടപ്പെടും, നട്ടം തിരിയും, നോ ഡൗട്ട്. ഹാഷ്മി അമൃത, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്ക് ഇന്നൊരു വിലവർദ്ധനവിൻ്റെ ഒരു ദിനം കൂടിയാണ് ജൂണിൽ തുടങ്ങുന്നത്. കാരണം സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന ഒരു സമയത്ത് തന്നെയാണ് എല്ലാ സാധനങ്ങൾക്കും വില ഉയരുന്നു. പാലിന് വില ഉയരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിന് വില ഉയർന്നിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടറിന് ഇപ്പോൾ 46 രൂപ വർദ്ധിച്ച് 3131 രൂപയായി ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വില. ഇതനുസരിച്ച് ഭക്ഷണത്തിൻ്റെ വിലയും ഇനി കൂടാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ തന്നെ ചായക്കെല്ലാം തന്നെ വില കൂടിക്കഴിഞ്ഞിട്ടുണ്ട്. ചായക്ക് കൂടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തൊക്കെ 70 രൂപയുണ്ടായിരുന്ന ചോറിന് ഇപ്പോൾ 90 രൂപ, 80 രൂപ, 90 രൂപ, ചിലയിടത്ത് 100 രൂപ പോലെ ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഉള്ളത് ഈ കുന്നുകുഴിയിലുള്ള ഒരു ഹോട്ടലിലാണ്. ഇവിടെ തന്നെ എല്ലാ സാധനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിയിട്ടുണ്ട്. ആളുകൾ സാധാരണ നിലയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്ന ഈ ഗ്യാസിൻ്റെ വില 3300 പിന്നെ ആട്ടക്കാരി വേറെ സാധിക്കുമല്ലോ അല്ലേ? നിങ്ങളുടെ വില കൂട്ടേണ്ടി വരുമോ ഭക്ഷണം? ഇല്ല, ചായക്ക് വന്നുകൊണ്ട് വേണേ കിട്ടാനില്ല. ഇപ്പം പഴയതുപോലെ കിട്ടുന്നില്ല. ഇപ്പം ഗ്യാസിൻ്റെ ഇത് ലഭ്യത ഒരുപാട് കുറവാണ്. ഇപ്പം നേരത്തെ നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും, ഇപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരുപാട് മെനൂസെല്ലാം ഞങ്ങൾ കുറച്ചു. ഇപ്പം അങ്ങനെ പോകുന്നു. കസ്റ്റമർ ആദ്യം അത് 900 ചില്ലാൻ രൂപ കൂടി, 1200 കുറ്റിയാണ്. ഇപ്പോൾ 3300 46 രൂപ. ഇപ്പോൾ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് വില കൂട്ടാൻ പറ്റത്തില്ലല്ലോ കസ്റ്റമർക്ക്. നമ്മുടെ ഒരു നിശ്ചിത വില നോക്കിയിട്ടല്ലേ കസ്റ്റമർ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഇപ്പോൾ പെട്ടെന്ന് 5ഉം 10 കൂട്ടാമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്ന കാര്യം, താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അവരുടെ ശമ്പളം കൂടുന്നില്ലല്ലോ. അവർ കിട്ടുന്ന ശമ്പളം 1000 1200 ശമ്പളമാണ്. സാധനങ്ങൾ വില കൂടിക്കൊണ്ടിരുന്ന അവരെങ്ങനെ ജീവിക്കും? നമുക്ക് എങ്ങനെ അവരുടെ അടുത്ത് കൊടുക്കും? നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇതിനൊപ്പം കൂടുന്നുണ്ട് അല്ലേ? കൂടുന്നു. പെട്രോളിൻ്റെ വില കൂടുമ്പോൾ എല്ലാം കൂടുമല്ലോ. അപ്പോൾ കൂട്ടിയല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതിന് ബലിയേഡാവുന്നു. മീൽസിനൊക്കെ വില കൂടുമോ? ഇല്ല, മീൽസ് ഞങ്ങൾ തുടങ്ങിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മീൽസിന് ഒരുപാട് കറികൾ വയ്ക്കണമല്ലോ. അപ്പോൾ ബിരിയാണി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബിരിയാണി, പൊറോട്ട, ചിക്കൻ കറി, അങ്ങനെ എല്ലാത്തിനും 10 രൂപ വെച്ച് കൂട്ടി, 10 രൂപ 5 രൂപ വെച്ച് കൂട്ടി. നമുക്ക് അല്ലാതെ ഇവർ ഈ കൂട്ടുന്ന കണക്ക് ത്രിബിളായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ 80 രൂപയുടെ ഊണിനെ നമുക്ക് 360 രൂപ വാങ്ങിക്കാൻ പറ്റില്ല, അല്ല 240 രൂപ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. 10 5 രൂപ കൂട്ടാനേ പറ്റുള്ളൂ. കാശ്മി, ഇതിൽ 5 രൂപയും 10 രൂപയും വെച്ച് ഇപ്പോൾ പല ഇതിനും വില കൂട്ടി എന്ന് തന്നെ ഇവർ പറയുന്നു. ഇനിയും വില കൂടുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ധന വില വർധന കാര്യമായി തന്നെ അതിനെ ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഈ പാചകവാതക വില വ്യവസായ സിലിണ്ടറുകൾക്ക് 46 രൂപ കൂടി വർദ്ധിച്ചു, ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഗംഭീരമായ മാസമാണ്. 1-ാം തീയതി തന്നെ ഇന്ധനമല്ല, നമ്മുടെ വാണിജ്യ സിലിണ്ടർ വർധന, പാൽ വില വർധന, ഇനി എന്തൊക്കെ വില വർദ്ധിക്കാനിരിക്കുന്നു അറിയില്ല. പക്ഷേ വരവ് മാത്രം വരുന്നത് കൂടുന്നില്ല, ചിലവ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. നേരത്തെ ഒരു ക്ഷീരകർഷകൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ പാൽ കർഷകരുടെ കാര്യം കൂടി ഈ പറയുന്ന കാലിത്തീറ്റയ്ക്ക് വില ഭയങ്കരമായിട്ട് കൂടി. ഉറപ്പായും നമ്മൾ അത് മുകളിൽ എടുക്കുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഇത് അതിൻ്റെ ഗുണം ക്ഷീരകർഷകർക്ക് കിട്ടുകയാണെങ്കിൽ ഒരു പരിധിവരെ അതങ്ങ് പൊട്ടെന്ന് നോക്കാം. പക്ഷേ ക്ഷീരകർഷകർക്ക് കിട്ടണം അതിൻ്റെ ഗുണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.